സോറി, ഞാനൊരല്പം ലേറ്റായി പോയി. കോഫി? നോ താങ്ക്സ്. അശ്വതി ഇപ്പോ ന്യൂ ഇന്ത്യയിലേക്ക് മാറിയല്ലേ? സാലറി കൂടുതൽ ഓഫർ ചെയ്താണല്ലേ അവര്? അല്ല സാർ, നമ്മുടെ എത്തിക്സിന് പറ്റില്ല. ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഒരു ന്യൂസ് മേക്കിംഗ് മിഷൻ ആവാൻ എനിക്ക് താല്പര്യവുമില്ല. അതല്ലേലും റിയൽ ലൈഫ് ഇൻസിഡന്റിനോടാണല്ലോ നിങ്ങൾക്ക് താല്പര്യം. അതുപോട്ടെ, ഇങ്ങനൊരു മീറ്റിംഗിന് എന്താ ഇപ്പൊ പ്രത്യേകിച്ച് കാരണം? ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യാദൃശികമായിട്ടാണ് എനിക്കൊരു ഡയറി കിട്ടിയത്. കർമ്മയും മാസ്റ്റർ രഘുവരനും എസ് എ വിജയകുമാറായ താങ്കൾ അടക്കമുള്ളവരുടെ പേരുകൾ ഈ ഡയറിയിലുണ്ട്. അപ്പോ ഇത് ഞാൻ വായിക്കണോ അതോ? എഴുതിയത് വായിക്കാനാണെങ്കിൽ അശ്വതിക്ക് ഇവിടെ വരെ വരേണ്ട കാര്യമില്ല. പിന്നെ കർമ്മയെ കുറിച്ചോ ഇതിലെഴുതിയിരിക്കുന്ന ആളുകളെ കുറിച്ചോ അറിയാനാണെങ്കിൽ അത് ഞാൻ പറയാം. അതിനൊരു ഡയറിയുടെ ആവശ്യം എനിക്കില്ല. പിന്നെ മാസ്റ്ററുടെ കാര്യം പറയുന്നതിന് മുമ്പ് അശ്വതി മറ്റു രണ്ടുപേരുടെ കഥ കൂടി അറിയണം. കർമ്മയുടെയും മാസ്റ്റർ രഘുവരന്റെയും ജീവിതം മാറ്റിമറിച്ച മറ്റു രണ്ടുപേരുടെ കഥ. എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. നിയമത്തിന് വിട്ടുകൊടുക്കാതെ രഘുവരൻ ആദ്യം നീതി നടപ്പാക്കിയത് കർമ്മയിലെ അന്തേവാസിയായിരുന്ന ദേവു എന്ന പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ അതിലും മൂർച്ച കൂടിയ മറ്റൊരുത്തനുണ്ടായിരുന്നു. അവന്റെ വീറും വാശിയും പ്രതികാരവും ആർക്കും ഊഹിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. എനിക്കിനി വയ്യ. ഇവിടെ എന്താ നടക്കണെന്ന് അറിയോ വിജയേട്ടാ? പേടിച്ചിട്ട് മനുഷ്യന് ഉറങ്ങാനും വയ്യ. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? നിങ്ങൾ എന്താ മനുഷ്യൻ മിണ്ടാതിരിക്കണത്? പറഞ്ഞു കൊടുക്കും മകന്റെ വിശേഷങ്ങള്. അനിലേ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ എന്താ? അമ്മയില്ലേ? അമ്മയാണോ? അമ്മകത്തുണ്ട്. വാ. കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായ വിവരം ഞാൻ അറിഞ്ഞില്ല. കാശ് എത്ര കൊടുത്താ സുബതയെ മോളെ സെറ്റിലാക്കിയെന്നറിയോ? സംഗതി പുറത്തിറങ്ങിയ പോക്സോയാ. അവനകത്താ.
ഇവൾ ഒറ്റ ഒരുത്തിയ അതിന് കാരണം. അതങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾക്ക് എപ്പോഴാ ഞങ്ങളെ കുറിച്ച് ഓർക്കാൻ നേരം? നാട്ടുകാരുടെ കാര്യത്തിലല്ലേ താല്പര്യം? ഓ, ഒന്ന് നിർത്തുണ്ടോ രണ്ടാളും? ഇത്രക്കായിട്ടൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക്? അവൻ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം നിങ്ങൾ രണ്ടാളാ. മക്കളെ വളർത്തണം. ദേ, ഞാൻ എന്റെ തീരുമാനം പറയാം. പാപ്പൻ അവിടെ ഒറ്റയ്ക്കാ. നമുക്കവനെ പാപ്പന്റെ അടുത്ത് ഉണ്ടാക്കാം. പാപ്പന്റെ അടുത്ത് പോയാൽ അവൻ നന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, പാപ്പൻ നല്ല ഉശിരുള്ള പട്ടാളക്കാരനാ. അവിടെ പോയി കഴിഞ്ഞാൽ ഇവനല്ല ഏതവരും ഇനി അവിടെ കൂടെ പ്രശ്നം ഉണ്ടാക്കാനേ ഉള്ളൂ. എന്തുകൊണ്ട് ചെയ്യും? നിങ്ങൾ 20 മിനിറ്റ് 36 സെക്കൻഡ് ലേറ്റ് ആണ്. ഇരിക്കി. എന്റെ പാപ്പ, നിന്റെ പട്ടാളച്ചിട്ട് എന്നോട് കാണിക്കല്ലേ. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ ഐ എം വെരി സ്ട്രിക്റ്റ്. അപ്പോ ഇതാണ് നിങ്ങൾ പറഞ്ഞ ആള്. അതെ, പിന്നെ കാണുന്നത്ര വലിയ കുഴപ്പക്കാരനല്ല പാപ്പ. കണ്ടിട്ട് അത്ര വെടിപ്പല്ലല്ലോ. എന്താണ് നിന്റെ പേര്? ഞാൻ നിന്നോടാ ചോദിച്ചത്, എന്താ നിന്റെ പേരെന്ന്? അനിൽ. മുഴുവൻ പേര് പറടാ. അനിൽ അരവിന്ദ്. മുഖത്ത് നോക്കി സംസാരിക്കണം. പേര് ചോദിച്ചാൽ മുഴുവൻ പേര് പറയണം. മനസ്സിലാടാ? പാപ്പ, ഇവനെ കൊണ്ട് വീട്ടുകാർ പൊറുതി മുട്ടിയിരിക്കുക. ഇവനെ നന്നാക്കാൻ ഇനി നീ വേണം. ഒന്ന് ശ്രദ്ധിച്ചോ. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഒന്നും പറയണ്ട. ഇവനെ പോലെ പൊറുതിമുട്ടിയ പല ആൾക്കാരെയും നേർവഴിക്ക് നടത്തിച്ചതിന് പട്ടാളത്തിൽ നിന്ന് കിട്ടിയതാ കാണുന്ന പുരസ്കാരം. പക്ഷേ ഇവിടെ നിൽക്കുമ്പോ ഞാൻ പറഞ്ഞ ചില കണ്ടീഷൻസ് ഉണ്ട്, അതനുസരിക്കണം. കേട്ടോടാ? നിനക്കെന്താ മുഖത്തോക്കാൻ മടിയുണ്ടോ? ഉണ്ടോന്ന്? ഞാൻ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവനെ നേർവഴിക്കാക്കി നല്ല കുട്ടിയാക്കി തിരിച്ചു വരും. അതല്ല ഇവിടെ ഉടായ്പ കാണിച്ച് പുറത്തോട്ടെങ്ങാനും പോവാന്നാണ് നിന്റെ വിചാരമെങ്കിൽ മോനെ അത് നടക്കില്ല. കേട്ടോടാ? അങ്ങനെ തന്നെ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിന്റെ ബാഗും സാധനങ്ങളും എടുത്ത് നേരെ അകത്തേക്ക് വിട്ടോ.